ഒന്നുമില്ല. അതിന്റെ ശേഷവും ഇതിന്റെ നമ്മളെ കൂടെ ആരൊക്കെ സഹായിച്ച് അവരൊക്കെ സഹായിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. മലയാളികളായ ഒരുപാട് മനുഷ്യര് നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് നമുക്ക് ആ വിഷയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട് എല്ലാവരും. നിങ്ങളടക്കമുള്ള എല്ലാ ചാനലുകളും ഓർക്കുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാ നന്ദി അറിയിക്കേണ്ടത് അറിയില്ല. അത്ര വലിയ നല്ല കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പിന്നിൽ നിന്ന് എല്ലാവരും ഈ സമയത്ത് ഓർക്കുകയാണ്. അവർക്കൊക്കെ കഴിയാവുന്ന വിധത്തിൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ആ നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എന്താണ് തോന്നുന്നത്? അന്ന് ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി എത്തിയിരുന്നു. അറിയാത്തൊരു നാട്, ഭാഷ അറിയാത്തൊരു നാട്, അവിടെ നിൽക്കുന്നു. ഇത്ര 72 ദിവസം അവിടെ ഒരാൾക്ക് വേണ്ടി തിരയുന്നു. ആ ആളുകളുടെയൊക്കെ ഒരു സമീപനവും അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു? മലയാളികളെ ഒറ്റക്കെട്ടായിട്ട് പൊരുതി നേടിയ ഒരു എന്താ പറയാ വിജയാണത്. നമ്മള് അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് മനുഷ്യത്വമില്ലാത്ത സമീപനാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തരത്തിലൊക്കെ ഉണ്ടാവുക. ഇന്നും പല ആൾക്കാരും ദൂരയാത്ര ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യാറുണ്ട്. ഒരാൾക്ക് ഒരു ധൈര്യമാണ് ഇപ്പൊ പോകുമ്പോ. കാരണം തന്നെ എന്ത് സംഭവിച്ചാലും മലയാളികൾ എല്ലാവരും ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യം. ഈ ലോറി തൊഴിലാളികളുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ വിഷയം തന്നെ പറയും. ഇപ്പൊ ഒരു കിട്ടുന്ന റെസ്പെക്ട് ഈ ഒരു വിഷയത്തോടു കൂടി കിട്ടാൻ തുടങ്ങി. ഇപ്പോഴും പല ഭാഗത്തും നമ്മളെ ആളുകൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാലും എന്താ പറഞ്ഞാൽ നമ്മള് ഒരു സമാധാനമാണ് ഒറ്റക്കെട്ടായി പോയല്ലോ എന്നുള്ളത്. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അർജുന്റെ കുടുംബത്തിന്റെ അടക്കം ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ തോതിലായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു മനോഫ് അതിനെയൊക്കെ നേരിട്ടത്? എങ്ങനെ പിടിച്ചു നിന്നു? നമ്മളെ ഒരു കുടുംബമായിട്ട് ഞാൻ ഇന്നും കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഒരു ഇതിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ പറഞ്ഞു കഴിഞ്ഞാല് ഓരോ കുത്തിത്തിരിപ്പാണ് ഇതിലൊക്കെ കാര്യം. നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമ്മൾ വേഗം ഉണ്ടാക്കാൻ പറ്റും, തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും നമ്മളെ എല്ലാ തരത്തിലും ഈ രാഷ്ട്രീയ കുബുദ്ധിയുള്ള ആളുകൾക്ക് പറ്റും. സാധാരണക്കാരെ അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇവർ ഈ ഭരണത്തിൽ തുടർന്ന് പോകുന്നത്. എല്ലാ അധികാര കസാലയിലും ആളുകൾ ഉണ്ടാവുന്നത്. എനിക്ക് ആ വിഷയത്തില് ആ ഫാമിലിന്റെ കൂടെ തന്നെ ഞാൻ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരിക്കലും പകരം വെക്കാൻ കഴിയില്ല. അത്ര വലിയ നഷ്ടമാണ് ആ കുടുംബത്തിനുണ്ടായത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക അവർക്കും വേണ്ടിയിട്ട്. വേറെ ഇപ്പം ചെയ്യാനില്ലല്ലോ. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നിറവേറ്റി കഴിഞ്ഞു. ഓർക്കാത്ത ഒരു ദിവസം തന്നെ മനാഫിന്റെ ജീവിതത്തിൽ കാണില്ല. മനാഫിന്റെ വണ്ടിയാണ് ഓടിച്ചത്. ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. നമ്മളെ എന്താ പറയുക, ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഒരു തൊഴിലാളിയായി മാറിയ അവസ്ഥയിൽ അതിലെന്നാലും ഒരു അഭിമാനമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു. നമുക്ക് കഴിയുന്ന കാര്യമൊക്കെ ഇപ്പം ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കാതെയാണ് ഈ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സഹായം ചെയ്ത എല്ലാ വ്യക്തികളുണ്ട്. ഓരോ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇനിയും പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.